അവർ മണ്ണ് നിന്ന് റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് പോലും ഒരു കൊല്ലം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതൊരു നേതാവിന് ജോലി കൊടുത്തു എന്നാണ് പറയുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ CJPയുടെ പ്രൊട്ടസ്റ്റും ബഹളവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് ഒരു 24 ദിവസമായിട്ട് നമ്മളുടെ തിരുവനന്തപുരത്ത് നമ്മളുടെ PSC റാങ്ക് ലിസ്റ്റിൽ കയറിയവർ കുറച്ച് പേര് സമരം ചെയ്യുന്നുണ്ട്. ഇത് മീഡിയയിലൊക്കെ വരുന്നുണ്ട്, ചെറിയ രീതിയിൽ വരും പോകും എന്നുള്ളത്. അവർ മണ്ണ് നിന്ന് പ്രതിഷേധം നടത്തി, പുല്ല് നിന്ന് പ്രതിഷേധം നടത്തി. അവരിപ്പോൾ ഡെയിലി ഡേ ആൻഡ് നൈറ്റ് അവിടെ സമരം ചെയ്യുക. ഇതിനെപ്പറ്റി ആരെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ ജസ്റ്റ് ന്യൂസ് നോക്കിയപ്പോൾ ഇതിനെ പറ്റി ന്യൂസ് ഉണ്ട്. കൂടാതെ ഇപ്പോൾ കുറച്ച് കറപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, CJPയുടെ ഒരു മൂവ്മെൻറ്റ്. ആക്ച്വലി അത് CJP എന്ന് പറയുന്നേക്കാൾ നല്ലത് സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുത്തു. ഇന്ത്യയിലൊട്ടധികം ആൾക്കാർ ഏറ്റെടുത്തുകൊണ്ട് അത് അത്രയും സക്സസ് ആയി. അതേപോലെ തന്നെ ഇതും ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്ന സമരം? കഴിഞ്ഞ 22 ദിവസം 24 ദിവസമായിട്ട് അവർ സമരം ചെയ്യുവാണ്. എന്താണ് റീസൺ? 2025 PSC എഴുതിയ ഈവൻ റാങ്കിലുള്ളവർക്ക് പോലും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയവർ പോലും ഉണ്ട് അതിൽ പിന്നെ വേറൊരു കുട്ടി ഞാൻ സംസാരിക്കുന്നതായിട്ട് പുള്ളിക്കാരത്തി ഏകദേശം 500 to 600 റാങ്കിലുള്ളതാണ്. ആക്ച്വലി ആ ഒരു റാങ്കിലുള്ളവർക്കൊക്കെ ജോലി കിട്ടേണ്ടതാണ്. പക്ഷേ ഇതുവരെ, അതായത് ഏകദേശം ഒരു 1 year 1.5 year ആയി എന്ന് പറയുന്നത്, എന്നിട്ട് പോലും അവർക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്? വേക്കൻസി ഇല്ലാത്തത് കൊണ്ടാണോ? ഇതിൽ മെയിനായിട്ട് LP UP സ്കൂളിലെ വേക്കൻസിയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അത് ഇതുവരെ പോസ്റ്റ് ഡിറ്റർമിനേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് എത്ര വേക്കൻസി ഉണ്ട്, എത്ര വേക്കൻസി അവൈലബിൾ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് ആരാണ് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇത് നോക്കാനായിട്ട് ഏകദേശം 29 ഉദ്യോഗസ്ഥർ തലസ്ഥാനത്ത് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തതാണോ? ഒരു കൊല്ലമായിട്ട് ഉദ്യോഗാർത്ഥികൾ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയിട്ട് ഒരു കൊല്ലം റാങ്കിങ്ങിൽ വരെ കയറി, റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് പോലും ഒരു കൊല്ലം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും സമരം ചെയ്യുക. ഇപ്പോൾ ഇനി പുതിയ PSC മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കഷ്ടപ്പെട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറും. ആദ്യത്തെ ഒരു 1000 റാങ്കിൽ കയറിയവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോയി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ട് ഒരു മാസം നിന്ന് സമരം ചെയ്യണം, ഡേ ആൻഡ് നൈറ്റ്. അങ്ങനെ അവർക്ക് ജോലി കിട്ടുള്ളൂ. പുതിയ PSCയുടെ മെത്തേഡ് ഇപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്നവർ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം. കാരണം ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം അവരുടെ വേസ്റ്റായി. ഇനി അടുത്തൊരു PSC എക്സാം വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുള്ളൂ, ഇവരെ കൺസിഡർ ചെയ്യില്ല. ഇവർക്ക് വീണ്ടും എഴുതി ആ റാങ്കിൽ എത്തണം. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നെ വേക്കൻസീസ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രോപ്പർലി ഡിറ്റർമൈൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേക്കൻസീസ് ഒരു കേരളത്തിലുള്ള എല്ലാ സ്കൂളിലും 2000 വേക്കൻസീസ് ഉണ്ട്. പക്ഷേ ഇവർ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരത് മര്യാദക്ക് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 500 ലിസ്റ്റൊക്കെ കാണിക്കുള്ളൂ. അപ്പോൾ അത്ര പേർക്ക് ജോലി കിട്ടുള്ളൂ, ബാക്കി അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. പിന്നെ ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 30:1 ആണ്. അത് മാറ്റിയിട്ട് 25:1 ആക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എയ്ഡഡ് സ്കൂളിൽ ടെമ്പററി ജോലി ചെയ്യുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഇവരെ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. കാരണം എയ്ഡഡ് സ്കൂളിൽ സാലറി കൊടുക്കുന്നത് ഗവൺമെൻറ് ആണ്. സോ PSC വഴി വരുന്നവർക്ക് തന്നെ ഇത് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ ടെമ്പററി ആയിട്ട് കയറുന്നവരാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ട്. പിന്നെ പറയുന്ന വേറെ ഒന്നുമല്ല, HM ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ, ഹെഡ് മാസ്റ്ററിന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ജോലിയും കൂടി ഉണ്ടെന്ന് പറയുന്നത്. അത് മാറ്റിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ജോബ് മാത്രമാക്കുക. അപ്പോൾ അവിടെയും ഒരു വേക്കൻസി കൂടെ ആഡ് ആവുമല്ലോ. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ വേക്കൻസി എത്രയാണെന്ന് ഈ ബോർഡിനും അറിയില്ല, ആർക്കും അറിയില്ല. അവർ കളക്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഈ PSCയുടെ അണ്ടറിൽ നിൽക്കുന്ന ഇവർ എന്താണ് ഇവരുടെ ജോലി? ഇത്രയും നാളത്തെ സമരത്തിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 മാസം സമയം വേണം ഇതിനെപ്പറ്റി പഠിക്കാൻ. ഇവർ ഈ പഠിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവർ 2 മാസം പഠിച്ചതിന് ശേഷം പറയുവാണ് അയ്യോ ഇത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇത്ര നാൾ സമരം ചെയ്തവർ. ഇവർക്ക് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ട്രോളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം CJPയുടെയും ഡൽഹിയുടെയും പിന്നാലെയാണ്, ഇവരുടെ ഇതൊന്നും കാണുന്നില്ലെന്ന്. പക്ഷേ ഞാൻ കുറേ പോസ്റ്റ് കണ്ടു. മെയിനായിട്ട് ടൊവിനോ, നസ്ലിൻ, രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെ ഉണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഈ ട്രോൾ ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ന്യൂസ് കാണുന്ന ഇടയിൽ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. 1ാം റാങ്കുകാർക്ക് പോലും നിയമനം കൊടുത്തില്ല എന്ന് പറയുന്നത് ഈ സംവിധാനത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരു റാങ്ക് ലിസ്റ്റ് എല്ലാ വർഷവും ഇങ്ങനെ വെറുതെ പ്രഹസനം പോലെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയർമാനും മൊത്തം 21 മെമ്പേഴ്സിനെയാണ് ഇവിടെ തീറ്റിപ്പോറ്റുന്നത്. ആ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏകദേശം 25 കോടിയോളം ജനസംഖ്യയുണ്ട്.
ആ ഇത്രത്തോളം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ചെയർമാൻ ഉൾപ്പെടെ വെറും 8 മെമ്പേഴ്സ് മാത്രമാണ് അവിടെയുള്ളത്. ഇവിടെ ജനസംഖ്യയിൽ 4 കോടി പോലും തികച്ചില്ലാത്ത സംസ്ഥാനത്ത് 21 മെമ്പേഴ്സിനെ, അതും പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് 2,80,000 പ്രധാനമന്ത്രിയുടെ സാലറി ആണെങ്കിൽ ഇവിടെ വാങ്ങുന്നത് 3.5 ലക്ഷത്തോളം സാലറിയാണ് ഒരു PSC മെമ്പേഴ്സ് എല്ലാ അലവൻസും ചേർത്ത് വാങ്ങിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തിൽ 8.8 കോടി ഈ PSC മെമ്പേഴ്സിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രം സർക്കാർ ചെലവഴിക്കുന്നെങ്കിൽ ഏത് മന്ത്രിക്കാണ് പറയാൻ പറ്റുക ഇവിടെ സാമ്പത്തിക ബാധ്യതയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട്? എന്തിനാണ് 3.5 ലക്ഷത്തിന്റെ എന്ത് പണിയാണ് അവിടെ എടുക്കുന്നത്? ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്നതൊരു സത്യം തന്നെയാണ്. 21 മെമ്പേഴ്സ് ഉണ്ടായിട്ട് തികച്ച് ശരിയായ 100 ചോദ്യങ്ങൾ തയ്യാറാക്കിയിടാൻ ഇപ്പൊ PSCക്ക് പറ്റുന്നില്ല. ഇദ്ദേഹം PSC കോച്ചിങ് ഒക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ടീച്ചറാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഈ വീഡിയോ ഫുള്ളും വെക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞത് ആക്ച്വൽ ഫാക്ട് ആണ്. നമ്മുടെ നാട്ടില് 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്ടില് 29 പേരാണ് PSCയുടെ അണ്ടറിൽ ഉള്ളത്. UP അവർ പറഞ്ഞത് 8 മെമ്പേഴ്സ് ഉള്ളൂ. ആൻഡ് ഇവരുടെ സാലറി എന്ന് പറഞ്ഞാൽ 3 lakh പ്ലസ് ഒക്കെയാണ്. അപ്പോൾ ഇവർ ഇത്രയും സാലറി വാങ്ങുന്നുണ്ട്, 29 പേരുണ്ട്. ഇവർക്ക് പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഇതിനൊരു മെഷർമെന്റ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് KPI ഉണ്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അപ്പോൾ അതേപോലെ ഇവരുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ഇവർ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആരും നോക്കുന്നില്ലേ? പൊതുവേ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള എംപ്ലോയീസിന് ഇത് നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രയും ശമ്പളമൊക്കെ വാങ്ങുന്നല്ലേ, അപ്പോൾ കുറച്ചെങ്കിലും പണിയെടുത്തുവിടുമല്ലോ. അടുത്ത വാർത്ത ഇന്ന് കിട്ടിയ വാർത്തയാണ് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ 29 ആൾക്കാർ PSCയുടെ അണ്ടറിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. ഇന്ന് ഒരു FIR PSCയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അഗെയിൻസ്റ്റ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എംപ്ലോയീസിന്റെ പേരൊന്നുമില്ല, പക്ഷേ ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുക. എന്താണ് റീസൺ? അതായത് എലിജിബിൾ അല്ലാത്തൊരു കാൻഡിഡേറ്റിനെ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ഇവർ അവരുടെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതൊന്ന്. കൂടാതെ കറപ്ഷൻ നടത്തിയിട്ടുണ്ട്. കറപ്ഷൻ നടത്താന്ന് പറഞ്ഞാൽ കാശ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടായിരിക്കും ഇത് ചെയ്തത്. പിന്നെ ഈ പരാതി കൊടുത്ത ഒരു വ്യക്തിയാണല്ലോ, 58 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. അതും FIRൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇതിൽ ഒരു ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതോ ഒരു നേതാവിന് ജോലി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും. പിന്നെ വേറൊരു രസമുണ്ട്, ഈ ഒരു പദവിയുടെ ഇന്റർവ്യൂ എടുത്തത് ഡയറക്റ്റ് PSCയുടെ ചെയർമാൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവിന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇവിടുത്തെ ചെയർമാനാണ്. കഥ കേട്ടിട്ട് എങ്ങോട്ടാണ് കാറ്റ് പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാവും. പിന്നെ ഇതൊന്നും എവിടെ എത്താനൊന്നും പോകുന്നില്ല, നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റും ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊരു സമയം കിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് പോലും ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റം ഫെയിലിയർ തന്നെയാണ്. അപ്പോൾ സിസ്റ്റം ഫെയിൽ ആയതാണോ ഫെയിൽ ആക്കിയതാണോ ഇതൊക്കെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണ്ടേ. നമുക്ക് വഴിയെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മിക്കവരും കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പരിഗണിക്കുക. താങ്ക് യു.